ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ATCU ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ATCU ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റത്തെ ഐറ്റം, പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ദ പോളിസി ഓഫ് മദർ. നമ്മൾ ATCU പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, പാരൻസിൻ്റെ പേരിലുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻഷുറൻസ് പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ LIP അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ATCയിൽ ഡിഡക്ഷൻ കിട്ടുന്ന ഐറ്റം അല്ല. പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ദ പോളിസി ഓഫ് വൈഫിൻ്റെ ആണെങ്കിൽ സ്പൗസിൻ്റെ പേരിലാണെങ്കിൽ നമുക്ക് ATCയിൽ ഡിഡക്ഷൻ കിട്ടും. അതിൽ തന്നെ നോക്കേണ്ടത് സം അഷ്യൂർഡ് 1,50,000 ആണ്, 20,000 ആണ് പ്രീമിയം അടക്കുന്നത്. അപ്പോൾ 1,50,000ൻ്റെ 10% കാണും, അപ്പോൾ 15,000 ആണ്. അപ്പോൾ 15,000 മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടൂ. ഇത് 20,000 ആണ് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 20,000 നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. മൂന്നാമത്തെ കേസ്, പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ദ പോളിസി ഓഫ് ബ്രദറിൻ്റെ പേരിലായാലും നമുക്ക് എന്ത് കിട്ടില്ല. നമ്മൾ പറഞ്ഞത് ബ്രദറിൻ്റെ പേരിൽ നമുക്ക് എന്താണ് ATCയിൽ ഡിഡക്ഷൻ കിട്ടില്ല. അതിൽ പറയുന്നത് സ്വന്തം പേരിൽ, അതായത് സെൽഫ്, സ്പൗസ്, ചൈൽഡ് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന കേസിൽ വരുന്നത്. പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ദ പോളിസി ഓഫ് മാരീഡ് ഡോട്ടർ. നമ്മൾ പറഞ്ഞു മാരീഡ് ആണെങ്കിലും മൈനർ ആണെങ്കിലും മേജർ ആണെങ്കിലൊക്കെ നമുക്ക് ATCയിൽ എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. അതിൻ്റെ സം അഷ്യൂർഡ് തന്നിട്ടില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എമൗണ്ട് എടുക്കാം. നെക്സ്റ്റ്, കോൺട്രിബ്യൂട്ടഡ് ടു നാഷണൽ പെൻഷൻ സ്കീമാണ് 60,000. NPS നമ്മൾ പറഞ്ഞിട്ടുള്ള കേസാണ്. NPSന് മാക്സിമം നമുക്ക് 50,000 വരെ എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. NPS ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മുടെ ATCയിലെ മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1,50,000 നിന്നും 2,00,000 ആവും. ആ കാര്യം കൂടി ഓർത്തിരിക്കുക. പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ പോളിസി 50,000 ആണ്. ഓൺ പോളിസി സ്വന്തം പേരിൽ നമ്മളെടുത്ത് എന്താണ് ഇൻഷുറൻസ് എടുത്ത് അതിൻ്റെ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ATCയിൽ ഡിഡക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 31/3/2024 ഡ്യൂ ആയി. പക്ഷേ ആക്ച്വലി അത് കൊടുക്കുന്നത് 1/4/2024, അതായത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പോൾ അത് എന്താണ് വരുന്ന വർഷത്തിലാണ് ഈ ഒരു എന്താണ് ATCയിൽ ഡിഡക്ഷൻ കിട്ടുക. അപ്പോൾ അത് ഈ വർഷം എടുക്കേണ്ട കാര്യമില്ല. 31/3/2024 ഡ്യൂ ആയെങ്കിലും നമ്മൾ കൊടുക്കുന്നത് 1/4/2024, ഏപ്രിൽ 1 എന്ന് പറയുന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അത് അടുത്ത വർഷത്തിലാണ് എടുക്കുക. പെയ്ഡ് ട്യൂഷൻ ഫീ ഫോർ 2 ചിൽഡ്രൻ, 2 കുട്ടികളുടെ ട്യൂഷൻ ഫീക്ക് നമുക്ക് ATCയിൽ ഡിഡക്ഷൻ ഉണ്ട്. ദെൻ ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ ആണ് നമ്മൾ ATCയിൽ എടുക്കുന്ന റൈറ്റാണ്. അപ്പോൾ ഏതാ കാൽക്കുലേറ്റ് ചെയ്യാം. എമൗണ്ട് എലിജിബിൾ അണ്ടർ സെക്ഷൻ 80C ഒരു എമൗണ്ട് കോളം കാണിച്ചിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് LIP ആണ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. നമ്മൾ പറഞ്ഞു പാരൻസിൻ്റെ കേസിൽ നമ്മളത് എടുക്കില്ല. ദെൻ വൈഫിൻ്റെ പേരിൽ അതും എത്രയാണ് നമ്മൾ പറഞ്ഞു, 1,50,000ൻ്റെ 10% കാണാം. 10% എന്ന് പറഞ്ഞത് 15,000 രൂപയാണ്. അപ്പോൾ 20,000 ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. മാക്സിമം നമുക്ക് എത്ര കിട്ടും, 15,000 രൂപ മാത്രമേ കിട്ടൂ. ദെൻ പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ദ പോളിസി ഓഫ് ബ്രദർ നമ്മൾ എടുക്കില്ല. ഇൻഷുറൻസ് പ്രീമിയം ഓൺ ദ പോളിസി ഓഫ് മാരീഡ് ഡോട്ടർ നമ്മൾ എടുക്കും. ഓക്കെ, അത് സം അഷ്യൂർഡ് തന്നിട്ടില്ല, ഡയറക്റ്റ് തന്നെയാണ്. മാരീഡ് ഡോട്ടർ എത്ര, 15,000. ദെൻ കോൺട്രിബ്യൂട്ടഡ് ടു NPSൽ മാക്സിമം നമ്മൾ പറയുന്നത്, അതായത് അഡീഷണൽ 50,000 വരെ എന്നാണ് പറയുന്നത്. നമുക്ക് ആ കേസിൽ മാക്സിമം 2,00,000 രൂപ വരെ നമ്മുടെ ടോട്ടൽ ATCയിൽ നമുക്ക് ടോട്ടൽ ഡിഡക്ഷൻ മാക്സിമം 2,00,000 വരെ ആവും. അപ്പോൾ മാക്സിമം 50,000 ആണ്, 60,000 ആണ് പറയുന്നത്. ദെൻ പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ പോളിസി നമ്മൾ പറഞ്ഞു ഡ്യൂ ഡേറ്റ് 31/3/2024 ആണെങ്കിലും ആക്ച്വലി അത് അടക്കുന്നത് 1/4/2024 ആയതുകൊണ്ട് നമ്മൾ ഈ ഐറ്റം എടുക്കുന്നില്ല. ദെൻ പെയ്ഡ് ട്യൂഷൻ ഫീ 18,000, 2 കുട്ടികൾക്ക് കൂടി 18,000, 2 കുട്ടികൾക്ക് നമുക്ക് ഡിഡക്ഷൻ ഉണ്ട്. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ. റീപേയ്മെൻറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമ്മൾ തിരിച്ചടക്കുന്നത്. ഇതിൽ ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കാറില്ല. ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് എടുക്കുന്നത്, 1,40,000. ഓക്കെ, ഇത്രയും ഐറ്റമാണ് അപ്പോൾ ഇവിടെ എടുക്കേണ്ടത്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 2,38,000 ആണ് ടോട്ടൽ ക്വാളിഫയിങ് എമൗണ്ട്, 2,38,000. ഇനി മാക്സിമം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C എന്ന് പറയുന്നത് എത്രയാണ്, NPS ഉള്ള കേസിൽ
2 ലക്ഷമാണ്. NPS ഉള്ളത് കൊണ്ട് 2 ലക്ഷമാണ് നമ്മുടെ എന്താണ് മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.